പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത ഉറപ്പാക്കി മലയാളി ബാഡ്മിന്റൺ താരം എച്ച്.എസ്. പ്രണോയ്. റോഡ് ടു പാരീസ് റാങ്കിങ്ങിൽ 8ാം റാങ്ക് നിലനിർത്തിയതോടെയാണ് പ്രണോയ് ഒളിമ്പിക് യോഗ്യത ഉറപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് പ്രണോയുടെ ഈ നേട്ടം. പ്രണോയ് അങ്ങനെ ഒളിമ്പിക്സിന് യോഗ്യത ഏറെക്കുറെ മാത്തമാറ്റിക്കലി ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. റോഡ് ടു പാരീസിൽ സിംഗിൾസിൽ 16 താരങ്ങൾക്കാണ് ഈ സിംഗിൾസിൽ യോഗ്യത ഉറപ്പാക്കാനുമായി. ഇപ്പോൾ അതിൽ പ്രണോയ് 8ാം റാങ്കിലാണ് നിലവിൽ പ്രണോയ് ഉള്ളത്. അതായത് തായ് താരം കഴിഞ്ഞ മത്സരത്തിൽ തോൽക്കുകയുണ്ടായി. അതോടുകൂടി ടോപ്പ് 16 കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു. ഈ ടോപ്പ് 16 വരുന്ന മറ്റൊരു ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നാണ്. അദ്ദേഹം 15ാം സ്ഥാനത്താണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പുരുഷ സിംഗിൾസിൽ 2 ഇന്ത്യൻ താരങ്ങൾ വരുമെന്നുള്ള അത്യപൂർവ്വ നേട്ടം കൂടി ഇന്ത്യക്ക് ഉണ്ടാവും. എന്തായാലും പ്രണോയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. സമീപകാലത്ത് ഇന്ത്യക്കായി ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരമാണ് എച്ച്.എസ്. പ്രണോയ്. 41 വർഷത്തിന് ശേഷം പുരുഷ സിംഗിൾസിൽ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത മെഡൽ നേടിയ താരമാണ്. മിക്സഡ് ഡബിൾസിൽ സിൽവർ നേടിയ ടീമിൽ അംഗമായിരുന്നു. അങ്ങനെ സമീപകാലത്ത് വലിയ നേട്ടങ്ങൾ, മലേഷ്യൻ ഓപ്പൺ അടക്കം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം ഒരിക്കൽ കൂടി ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടം, മലയാളികൾക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ് കൊണ്ടുവരുന്നത്. ഇനി അറിയേണ്ടത് പ്രണോയ്ക്ക് ഒരു മെഡൽ കൂടി ഇന്ത്യക്ക് സമ്മാനിക്കാനാവുമോ, ആദ്യ പുരുഷ താരം ആവുമോ മെഡൽ നേടുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രണോയ്ക്ക് നിലവിൽ ഇഞ്ചുറി അടക്കമുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഓൾ ഇംഗ്ലണ്ട് ടൂർണമെൻറ്റിലൊക്കെ ചില തിരിച്ചടികൾ നേരിട്ടിരുന്നു. പക്ഷേ ഒളിമ്പിക്സ് അടുക്കുന്നതോടുകൂടി പരമാവധി വിശ്രമമൊക്കെ തന്നെ എടുത്ത് പ്രണോയ് വലിയ വിജയങ്ങൾ സമ്മാനിക്കുമെന്നും ഇന്ത്യക്ക് അഭിമാനകരമായി ഒരു മെഡൽ നേട്ടം സമ്മാനിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്.